ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാഷ്ട്രമായ അമേരിക്കൻ ഐക്യനാടുകൾ ഒരു ഭരണസ്തംഭനത്തിലേക്ക് പോവുകയാണ്. അതായത് ഒരു ഷട്ട്ഡൗണിലേക്ക് നീങ്ങുകയാണെന്നാണ് പറഞ്ഞു വരുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗോളതലത്തിൽ വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സർക്കാർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധനബന്ധങ്ങൾ കോൺഗ്രസിൽ പാസ്സാകാത്ത സാഹചര്യത്തിൽ അമേരിക്ക പൂർണ്ണമായും സ്തംഭനത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയാണ് ഉയർന്നിരിക്കുന്നത്. വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് ഈ സാധ്യത ഇപ്പോൾ യാഥാർത്ഥ്യമായേക്കുമെന്ന സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകരും കാണുകയാണ്. ദീർഘകാല ഷട്ട്ഡൗണുകളുടെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഭീഷണിയെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഭീഷണി ഉയരുകയും ചെയ്യുന്നത്. ട്രംപിന്റെ വാക്കുകൾ പ്രതിഫലിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഭരണ സംവിധാനത്തിന്റെ താൽപര്യങ്ങളെ മറികടന്ന് രാഷ്ട്രീയ നേട്ടങ്ങൾ ലക്ഷ്യമിടുകയാണെന്ന കടുത്ത ആരോപണമാണ്. അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് രാജ്യത്തിന്റെ ഫെഡറൽ സർക്കാരിന്റെ ചെലവുകൾ നടത്താൻ കോൺഗ്രസിന്റെ അനുമതി ആവശ്യമാണ്. ഈ അനുമതി ലഭിക്കുന്നത് 12 വാർഷിക അപ്രോപ്രിയേഷൻ ബില്ലുകൾ പാസ്സാക്കുന്നതിലൂടെയാണ്. ഇവ സർക്കാർ വകുപ്പുകളുടെ വാർഷിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ടിംഗ് ഉറപ്പാക്കുകയും ചെയ്യുകയാണ്. ഈ ബില്ലുകൾ പാസ്സാകാതിരിക്കുകയോ പ്രസിഡന്റ് ഒപ്പിടാതിരിക്കുകയോ ചെയ്യുമ്പോൾ സർക്കാരിന് ജീവനക്കാർക്ക് ശമ്പളം നൽകാനും മറ്റു ചെലവുകൾ വഹിക്കാനും കഴിയുകയില്ല. ഇതാണ് ഷട്ട്ഡൗൺ എന്ന പ്രതിഭാസത്തിലേക്ക് നയിക്കുന്നത്. 1981 ശേഷം അമേരിക്ക ഇതിനകം 14 തവണ ഇത്തരം ഭരണസ്തംഭനങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഭീഷണി 15ാമത്തേതാണ്. ഭരണഘടനാപരമായ ചട്ടങ്ങൾ പാലിക്കാതെ ചെലവഴിക്കാൻ സർക്കാരിന് അനുവാദമില്ലെന്നത് തന്നെയാണ് ഈ പ്രതിസന്ധിയുടെ മുഖ്യമായിട്ടുള്ള ഒരു ഘടകം. രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ കാതലായ പണപ്പെരുമാറ്റം തന്നെ നിയമപരമായ തടസ്സത്തിൽ പെടുമ്പോൾ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തിയും ഉത്തരവാദിത്വവും ചോദ്യം ചെയ്യപ്പെടുകയാണ്. നിലവിലെ പ്രതിസന്ധിയുടെ മൂല കാരണം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും കടുത്ത രാഷ്ട്രീയ ധ്രുവീകരണം തന്നെയാണ്. ആരോഗ്യരംഗത്ത് ഫെഡറൽ സർക്കാരിന്റെ ധനസഹായം സംബന്ധിച്ച അഭിപ്രായ ഭിന്നതകൾ ഈ തർക്കത്തിന് തീ പകരുകയാണ്. മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ കാലത്ത് ആരംഭിച്ച ഒബാമ കെയർ പദ്ധതിയിലൂടെ കോടിക്കണക്കിന് പൗരന്മാർക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കളും ഈ സബ്സിഡി തുടരുന്നത് അനാവശ്യമായ സാമ്പത്തിക ഭാരമാണെന്ന് വാദിക്കുകയാണ്. മറുവശത്ത് ഡെമോക്രാറ്റുകൾ ഈ പദ്ധതി പൗരന്മാരുടെ അടിസ്ഥാന അവകാശമാണെന്ന് വാദിക്കുകയും ചെയ്യുകയാണ്. ഇരുപക്ഷത്തിന്റെയും നിലപാടുകൾ കടുപ്പിച്ചതോടെ ധനബില്ല് പാസ്സാകാനുള്ള സാധ്യത ദിനംപ്രതി കുറയുകയാണ്. മുൻ ഷട്ട്ഡൗണുകൾ പോലെ തന്നെ രാഷ്ട്രീയമായ അഹങ്കാരങ്ങൾ ഈ തവണയും ഭരണതലത്തിൽ വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുകയാണ്. ഷട്ട്ഡൗൺ നടപ്പിലാക്കപ്പെടുമ്പോൾ ഫെഡറൽ സർക്കാരിന്റെ സേവനങ്ങളെ രണ്ടായി വിഭജിക്കപ്പെടും. ആവശ്യവും ആവശ്യമില്ലാത്തതും എന്നിങ്ങനെ വേർതിരിക്കപ്പെടുകയാണ്. എയർ ട്രാഫിക് കൺട്രോളർമാർ, അതിർത്തി സംരക്ഷണ ഉദ്യോഗസ്ഥർ, സായുധ സേനാംഗങ്ങൾ, FBI, TSI ഏജന്റുമാർ എന്നിവരുടെ സേവനങ്ങൾ തുടരുമെങ്കിലും ഇവർക്കും ശമ്പളം ലഭിക്കുന്നത് ഷട്ട്ഡൗൺ അവസാനിച്ച ശേഷം മാത്രമായിരിക്കും. എന്നാൽ പാസ്പോർട്ട്, വിസ, സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് തുടങ്ങിയ സേവനങ്ങൾ പൂർണ്ണമായി നിർത്തിവെക്കുകയും ചെയ്യും. ദേശീയോദ്യാനങ്ങൾ അടച്ചിടപ്പെടും. വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ആഘാതമായിരിക്കും ഇത് സൃഷ്ടിക്കുക. സാധാരണ പൗരന്മാർക്ക് ബാങ്കിങ്, നികുതി റീഫണ്ടിങ്, വായ്പാ സേവനങ്ങൾ തുടങ്ങിയ പല മേഖലകളിലും കാലതാമസം ഉണ്ടാവുകയും ചെയ്യും. ഈ സേവന മുടക്ക് ചെറിയ വ്യവസായങ്ങൾക്കും സാധാരണ കുടുംബങ്ങൾക്കും അതിശയകരമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. ലക്ഷക്കണക്കിന് ഫെഡറൽ ജീവനക്കാരാണ് ഷട്ട്ഡൗൺ കാലത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുകയും ചെയ്യുന്നത്. താൽക്കാലികമായി ജോലിയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നവർക്കും ജോലിയിൽ തുടരേണ്ടി വരുന്നവർക്കും ശമ്പളം ലഭിക്കില്ല. ചിലർ ജീവിത ചെലവുകൾ നിറവേറ്റാൻ വായ്പകൾ എടുക്കേണ്ട സാഹചര്യം തന്നെ നിലവിൽ വരും. മറ്റു ചിലർ ഭക്ഷണ സഹായത്തിനായി ക്യൂവിൽ നിൽക്കുകയും ചെയ്യും. കഴിഞ്ഞ ഷട്ട്ഡൗൺ സമയത്ത് 10,000-കണക്കിന് ആളുകൾക്ക് വീടിന്റെ വാടക പോലും അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിലും ഗുരുതരമായൊരു പ്രതിസന്ധിയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വലിയ നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമപ്രദേശങ്ങളിലുമുള്ള കുടുംബങ്ങൾക്കും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ തുല്യമായി ബാധിക്കപ്പെടും. സാമ്പത്തികമായി ദുർബലമായ പൗരന്മാരാണ് ഇവിടെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വില കൊടുക്കേണ്ടി വരുന്നത്. ഷട്ട്ഡൗൺ സമയത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക യന്ത്രങ്ങൾക്ക് താൽക്കാലികമായി നിലയ്ക്കപ്പെടുകയും ചെയ്യും. ഫെഡറൽ ഏജൻസികൾ അടച്ചുപൂട്ടപ്പെടുമ്പോൾ സാമ്പത്തിക ഡാറ്റ ശേഖരണം, നികുതി റീഫണ്ടുകൾ, റെഗുലേറ്ററി പ്രവർത്തനങ്ങൾ എന്നിവ വൈകിപ്പിക്കുകയും ചെയ്യും. ചെറുകിട ബിസിനസ്സുകാർക്ക് ഫെഡറൽ വായ്പകൾ പോലും ലഭ്യമാകില്ല. എല്ലാം നിലയ്ക്കപ്പെടും. ഗവേഷണ പദ്ധതികൾ ഇല്ലാതാകും. ഇതിന്റെ മൊത്തം പ്രത്യാഘാതം അമേരിക്കയുടെ GDP വളർച്ചയെ നേരിട്ട് ബാധിക്കുകയും ചെയ്യും. 2018-19 ഷട്ട്ഡൗൺ കാലത്ത് രാജ്യത്ത് $11 ബില്യൺ നഷ്ടം നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഷട്ട്ഡൗൺ അതിലും ദൈർഘ്യമേറിയാൽ നഷ്ടം ഇരട്ടിയിലധികമാകും എന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയാണ്. നിക്ഷേപകരുടെ ആത്മവിശ്വാസം തകർന്ന് ഓഹരി വിപണിയിലും വിറയിലായിരിക്കുകയാണ്. അമേരിക്കൻ സർക്കാർ ഷട്ട്ഡൗണിലായാൽ അത് ആഭ്യന്തര പ്രശ്നമെന്നതിലുപരി ആഗോള സാമ്പത്തിക സംവിധാനത്തെയും കൂടി ബാധിക്കുകയാണ്. US ഡോളർ ആഗോള വ്യാപാരത്തിന്റെ മുഖ്യ നാണയമാണെന്ന നിലയിൽ അതിന്റെ സ്ഥിരതയിൽ ഉണ്ടാകുന്ന ഏത് മാറ്റവും ലോകമെമ്പാടും പ്രതിഫലിക്കുകയും ചെയ്യും. അതിനൊപ്പം അന്താരാഷ്ട്ര വിപണികളിൽ അമേരിക്കയുടെ ഭരണവിശ്വാസ്യതയ്ക്ക് തിരിച്ചടിയാവുകയും ചെയ്യും.
ചൈന, റഷ്യ, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനെ അമേരിക്കൻ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ദുർബലതയായി കാണുകയും ചെയ്യും. ഗ്ലോബൽ ലീഡർഷിപ്പിന്റെ പ്രതീകമായി അമേരിക്കൻ ഭരണ സംവിധാനത്തെ തന്നെ താറുമാറാകുന്ന അവസ്ഥയിലാകുമ്പോൾ ലോകത്തിലെ മറ്റ് ജനാധിപത്യ രാജ്യങ്ങൾക്കും ഇതൊരു മുന്നറിയിപ്പാണ്. ഷട്ട്ഡൗൺ എന്നത് കണക്കുകൂട്ടലുകളുടെയും രാഷ്ട്രീയ തർക്കങ്ങളുടെയും വിഷയം എന്നതിലുപരി മനുഷ്യരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. വാഷിംഗ്ടൺ DC-യിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയുടെ മകളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാനാകാതെ അവസ്ഥയിലായ സംഭവം, അല്ലെങ്കിൽ മെഡിക്കൽ ബില്ല് അടയ്ക്കാൻ കഴിയാതെ വന്ന മറ്റൊരു കുടുംബവും, ഇവയാണ് ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു മുഖത്തെ പുറത്തു കാണിച്ചു തരുന്നത്. ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്ത ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ കഷ്ടപ്പാടുകൾ വർദ്ധിക്കും. സർക്കാർ സഹായ പദ്ധതികൾ നിർത്തിയാൽ ആയിരങ്ങൾ ഭക്ഷണത്തിനായി താങ്ങാവുന്നതിലും താഴേക്ക് വീഴുകയും ചെയ്യും. ഇങ്ങനെ ഒരു ഭരണസ്തംഭനം സമൂഹത്തിലെ സാധാരണ മനുഷ്യരുടെ ആത്മവിശ്വാസം തകർക്കുന്ന ഒരു ഘട്ടമായി മാറുകയാണ്. ട്രംപ് ഭരണകൂടം ഡെമോക്രാറ്റിക് നേതാക്കളും തമ്മിലുള്ള കടുത്ത തർക്കം ഇനിയും തീരാനുള്ള ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഇരുപക്ഷവും കടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. ട്രംപ് തന്റെ അനുയായികൾക്ക് മുന്നിൽ നിന്ന് സാഹസികതയുടെ നേതാവ് എന്ന പ്രതിച്ഛായ നിലനിർത്താൻ ആഗ്രഹിക്കുകയാണ്. അതേസമയം ഡെമോക്രാറ്റുകൾ ജനാധിപത്യ ക്ഷേമ പദ്ധതികൾ സംരക്ഷിക്കുന്ന ശക്തികളായി നിലകൊള്ളാൻ ശ്രമിക്കുകയാണ്. ഈ രാഷ്ട്രീയ പോരാട്ടം എത്ര നീണ്ടു നിൽക്കും എന്നത് വ്യക്തമല്ലെങ്കിലും അതിന്റെ വില അടയ്ക്കേണ്ടി വരുന്നത് അമേരിക്കൻ ജനതയാകും. ഷട്ട്ഡൗൺ അവസാനിപ്പിക്കാനുള്ള ധാരണയിലേക്ക് എത്താൻ ഇരുപക്ഷത്തിനും ഇപ്പോൾ സമയമെടുക്കേണ്ടി വരുമെന്നത് തീർച്ചയാണ്.